വയനാട് മാനന്തവാടിക്കടുത്ത് കൂടൽക്കടവിൽ ആദിവാസി യുവാവിനോട് കൊടും ക്രൂരത. ചെക്ക് ഡാം കാണാനെത്തിയ വിനോദസഞ്ചാരികൾ പ്രദേശവാസിയായ മാദനെ വാഹനത്തോടൊപ്പം റോഡിലൂടെ വലിച്ചിഴച്ചു. വിനോദസഞ്ചാരികൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ടതിലായിരുന്നു ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ മാദൻ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതികൾ KL 52H8733 എന്ന വാഹനത്തിലാണ് എത്തിയത്. സഹോദരന്റെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. കടയ്ക്ക് പോയി വരുന്നതാണ്. ആ കടയിൽ നിൽക്കുമ്പോഴാണ് ഈ താഴെ ചെക്ക് ഡാമുണ്ട്. ചെക്ക് ഡാമിൻ്റെ അവിടെ നിന്ന് കുറേ ആൾ കാറിൽ വരുന്നു. നമ്മുടെ ചേട്ടൻപിള്ളി തന്നെയാണ്. ഇങ്ങനെ വലിച്ചുകൊണ്ട് കാറിൽ 4 ആൾ വലിച്ചുകൊണ്ട് 1/2 കിലോമീറ്റർ ദൂരം പാലത്തിൻ്റെ ഇട കൊണ്ട് ഇട്ടു. പിന്നെ അവൻ്റെ പുറകെ പോയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എന്താ പറ്റിയ ചേട്ടന്? ചേട്ടന് കാലും കൈയൊക്കെ മുറിഞ്ഞു. ഈ ബേക്കൊന്നുമില്ല. അപ്പോൾ ഈ വണ്ടിയിൽ പോയിട്ട് വലിച്ചിട്ട് കാൽ വിരലൊന്ന് മുറിഞ്ഞു പോയി. ഈ ഡോറടച്ചപ്പോൾ ഇപ്പോൾ കൈയും കാലെല്ലാം തോല് പൊളിഞ്ഞിരിക്കുക. ഡോക്ടർ വന്നിട്ട് മരുന്നൊക്കെ കുറച്ച് ഇതൊക്കെ തൂത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരിഞ്ഞു കിടക്കാൻ പോലും പറ്റില്ലാത്ത അവസ്ഥയാണ്. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. അതുകൂടി കേൾക്കാം. നിലവിൽ അർഷിദും അവൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള 3 പേരൊന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളൂ. അർഷിദിൻ്റെ പേരും അഡ്രസ്സൊക്കെ കിട്ടി. കണിയാമ്പറ്റ സ്വദേശിയാണ്, പച്ചിലക്കാട്. ഇനിയുള്ള 3 പേരെ കൂടെ കണ്ടുപിടിക്കുന്നത് അയാൾക്കേ അറിയാൻ പറ്റുള്ളൂ. ഈ വാഹനത്തിന് നമ്പർ വെച്ചിട്ട് നേരത്തെ കുറ്റിപ്പുറം സ്വദേശികളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, കുറ്റിപ്പുറം സ്വദേശിയാണ്. അവരുടെ മകളെ കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നത് ഇവിടെയാണ്, പച്ചിലക്കാട്. അപ്പം മകളുടെ ഭർത്താവിനായിട്ടാണ് ഈ വണ്ടി കൊടുത്തിരിക്കുന്നത്. ഈ അർഷിദ് എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അനിയനാണ്. ഇതിൽ മൊത്തം 4 പേരാണ് പറയുന്നത്. ഇതിലിപ്പോൾ സാറേ ഇന്നലെ അവർ വണ്ടി അവിടെ ഇട്ടിട്ട് പോയി എന്നുള്ളതാണോ? രാത്രി വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് പോയിട്ടുള്ളൂ. എപ്പോഴാണ് ഈ വണ്ടി എടുത്തത്? രാവിലെ 12 മണിക്ക് എടുത്തെന്നാണ് പറഞ്ഞത്. അതിനുശേഷം സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ കുളിക്കാൻ പോകണമെന്ന് വീട്ടിൽ പറഞ്ഞ വണ്ടി എടുത്തിട്ട് പോയത്. കുളിക്കാൻ വേണ്ടി പോകുന്ന വണ്ടി എടുത്തുകൊണ്ട് പോയതാണ്. അതിനുശേഷം ഈ സംഭവം ഉണ്ടായിട്ടുള്ളൂ. സംഭവത്തിന് ശേഷം ഒരു വീട്ടിൽ വണ്ടിയും കൊണ്ടിട്ടിട്ട് ഇങ്ങനെ പോയി. പിന്നെ നമ്മൾ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ അവിടുത്തെ അഡ്രസ്സൊക്കെ എടുത്ത് നമുക്ക് തന്നത്. അങ്ങനെ അവിടെ പോയി വണ്ടി അവിടെ നിന്ന് കിട്ടിയത്. പ്രതികളെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇനി പ്രതികളെ എത്രയും പെട്ടെന്ന് നമ്മൾ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി ചെയ്യും. ഫോൺ സ്വിച്ച് ഓഫ് അർഷിദില്ല. ഇല്ല, അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. കൂടുതലായിട്ട് അന്വേഷിച്ച് പിന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള ബാക്കി നടപടി ചെയ്തിട്ടുണ്ട്. ഫോട്ടോസും ഇല്ല, കിട്ടിയിട്ടില്ല. മറ്റ് പ്രതികൾ ഈ അർഷിദ് അല്ലാത്ത ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലും അതിനെക്കുറിച്ചും വിവരമുണ്ട്. അത് അർഷിദിനെ അറിയോ? വീട്ടുകാർക്ക് അറിയത്തില്ല. 4 പേര്. ഈ ഹർഷിദും ഒഴിച്ച് ബാക്കി 3 ആളുകളെ പറ്റി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇല്ല, അത് അർഷിദിനെ അറിയാം. അർഷിദിൻ്റെ സുഹൃത്ത്. വീട്ടുകാർക്ക് അറിയത്തില്ല. വീട്ടുകാർക്ക് അർഷിദ് വണ്ടി എടുത്തുകൊണ്ട് പോയോ മാത്രമേ അറിയൂ. സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ പോയത്. അങ്ങനെ വീട്ടിൽ നിന്ന് പോയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടതാണ്. കാരണം അങ്ങ് ഉത്തരേന്ത്യയിലോ മറ്റുമല്ല, നമ്മുടെ നാട്ടിലാണ് ഇത് സംഭവിക്കുന്നത്. ആമുഖമായി നാം പറഞ്ഞതുപോലെ പണത്തിന്റെ ഹുങ്കാണോ, ലഹരിക്ക് അടിമപ്പെട്ടവന്റെ ക്രൂര വിനോദമാണോ, എന്ത് തന്നെയായാലും നമ്മൾ ഇതിൽ അപലപിക്കണം. പ്രതികൾക്ക് കയ്യാമം വെക്കണം, തുറുങ്കിലടയ്ക്കണം. ഇനി ഇത് ആർക്കും ഉണ്ടാകാത്ത വിധം നിയമ നടപടി ബലപ്പെടുത്തുകയും വേണം. കമൽ ചേരുന്നുണ്ട്. കമൽ, ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രതികൾക്കെതിരെ ഉള്ള ഡീറ്റെയിൽസ് എന്താണ്? അവരിലേക്ക് എത്താൻ കഴിയുന്ന വിധം സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടോ? പോലീസ് എത്രത്തോളം ഗൗരവത്തോടുകൂടി ഈ സംഭവത്തെ കാണുന്നുണ്ട്? പ്രതീഷ്, പ്രതികളുടെ കാര്യമാണ് അല്പം മുമ്പ് SHO സംസാരിച്ചത്. ഏതാണ്ട് 5 മിനിറ്റ് മുൻപ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സംസാരിച്ചതാണ് നമ്മൾ കേട്ടത്. ഈ കമ്പളക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കണിയാമ്പറ്റ പച്ചിലക്കാടുള്ള അർഷീദും സുഹൃത്തുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഈ കുറ്റിപ്പുറത്ത് ഈ വാഹനം രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ കൂടി മകളുടെ വീട്ടിലേക്ക് കൊടുത്തയച്ചിരുന്ന വാഹനമാണ്. ആ വാഹനം ഓടിച്ചത് ഈ മകളുടെ ഭർത്താവിന്റെ അനിയനായ അർഷിദാണെന്ന് പറയുന്നു. അർഷിദും സുഹൃത്തുക്കളും മറ്റു 3 പേരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അവരാരാണെന്ന് അർഷിദിന് മാത്രമേ അറിയുള്ളൂ. ഇവർ ഇന്നലെ വാഹനം വീട്ടിൽ കൊണ്ടെത്തിച്ച ശേഷം ഫോൺ ഓഫ് ചെയ്ത എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. സുഹൃത്തുക്കളെ കുറിച്ച് കൂടുതലൊന്നും ഈ അർഷിദിന്റെ വീട്ടുകാർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ആരാണ് ഒപ്പമുണ്ടായിരുന്നതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ ഒരു പേര് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അർഷിദിന്റെ വീട്ടിൽ നിന്നാണ് ഈ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മറ്റ് കൂടുതൽ വിവരങ്ങൾ, ഒപ്പമുണ്ടായിരുന്ന 3 പേർ ആരൊക്കെയെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പ്രതികളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സുനിൽ ഗോപി അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്. ഫോൺ ഓഫ് ചെയ്തതുകൊണ്ട് തന്നെ അവരെ ട്രാക്ക് ചെയ്യാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് പറയുന്നത്. പ്രജീഷ്,
കമൽ, ഒരു കാര്യം കൂടി, കാരണം ഈ പ്രതികളെ കുറിച്ച് അവർ ലഹരി ഉപയോഗിച്ചവരാണോ? ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉള്ളതായി പറയുന്നുണ്ട്. വിനോദസഞ്ചാരത്തിനായി എത്തുന്ന ആളുകൾ ഈ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ചെയ്തികൾ സംബന്ധിച്ച് ഒക്കെ പശ്ചാത്തലമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഇവർ വന്ന വഴികൾ CCTV അടക്കം പരിശോധിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുണ്ടോ? ഇവരെ പെട്ടെന്ന് പിടികൂടുക എന്നുള്ളതാണ്. ഇവർ മറ്റു രീതിയിൽ ഒളിവിലേക്ക് പോകാൻ അനുവദിക്കാത്ത വിധം പൂട്ടേണ്ട ഒരു സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. അപ്പോൾ പോലീസിന് വ്യക്തമായി ഇവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൈവശമുണ്ടല്ലേ? പ്രജീഷ്, നേരത്തെ നമ്മൾ അവിടുത്തെ പ്രദേശവാസികളുടെ പ്രതികരണം എടുത്തിരുന്നു. അപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞത് ഈ പലതരത്തിലുള്ള ആളുകൾ വരുന്നു, പ്രത്യേകിച്ച് വീക്കെൻഡിൽ ശനിയും ഞായറും ഒക്കെ അവിടെ വരുന്ന പലരും മദ്യപിച്ചാണ് പുഴയിൽ കുളിക്കാൻ വരുന്നത്, ഈ ചെക്ക് ഡാമിൽ കുളിക്കാൻ വരുന്നത്. അതോടൊപ്പം മറ്റു തരത്തിലുള്ള രാസലഹരി ഉപയോഗിക്കുന്നവരും വരുന്നു എന്നൊക്കെയാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. മാത്രമല്ല, ഈ ചെക്ക് ഡാമിൻ്റെ ഒരു വശത്ത് വനമാണ്, കുറുവദ്വീപിനടുത്തുള്ള വനമേഖലയാണ്. അവിടെ കാട്ടിലേക്കടക്കം സഞ്ചാരികൾ പലപ്പോഴും കടന്നു കയറുന്നു. അവിടെ മദ്യക്കുപ്പികൾ വലിച്ചെറിയുന്നു, പുഴയിലടക്കം ബിയർ കുപ്പിയും മദ്യക്കുപ്പികളും എറിയുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ആ പ്രദേശവാസികൾ നേരത്തെ നമ്മളോട് പറയുകയുണ്ടായി. അത്തരത്തിൽ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ആളുകൾ ഏതെങ്കിലും രീതിയിൽ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന കാര്യത്തിലും സംശയം ഉയരുന്നുണ്ട്. ഉപയോഗിച്ചിരുന്നു എന്ന തരത്തിലാണ് ആളുകളുടെ പ്രതികരണം വരുന്നത്. ഈ നേരിട്ട് ഈ സംഭവം കണ്ട ആളുകൾ വളരെ കുറവാണ്. ഈ മാതനും സഹോദരങ്ങൾക്കും മാത്രമാണ് ഇതിനെക്കുറിച്ച് അറിയുക. സഹോദരൻ്റെ പ്രതികരണം നമ്മൾ തേടുകയും ചെയ്തിരുന്നു. എന്തായാലും ആ സമയത്ത് ഇവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ എന്ന കാര്യത്തിലടക്കം അന്വേഷണം നടത്തേണ്ടതുണ്ട്. അക്കാര്യത്തിലടക്കം പരിശോധന ഉണ്ടാകും. എന്തായാലും ഈ പ്രതികളിലെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. കണിയാമ്പറ്റ പച്ചിലക്കാട് സ്വദേശി അർഷിദും അദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളും എന്നത് മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. ശരി, തീർച്ചയായും ശരി. കമലാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിച്ച് പ്രതികളിലേക്ക് എത്രയും വേഗം എത്തുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചോളം ആത്യന്തികമായ കർത്തവ്യം. അത് ഉടനടി നിറവേറ്റപ്പെടുകയും വേണം. രാജേഷ് മേനോൻ അഭിഭാഷകൻ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ബിജു കാക്കത്തോട് പണിയ മഹാസഭയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ശ്രീ രാജേഷ് മേനോൻ, എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടു, അവിടെയൊക്കെ തന്നെ നമ്മൾ അപലപിച്ചു. മാതനെന്ന ആ യുവാവും മനുഷ്യനാണ്, അതാണ് നമ്മുടെ ക്യാപ്ഷൻ. ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റാത്തവണ്ണം രീതിയിലുള്ള കൊടും ക്രൂരകൃത്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എത്രത്തോളം നമ്മൾ അപലപിക്കേണ്ടതാണ്, ഗൗരവത്തോടെ കാണേണ്ടതാണ്. നിയമപരമായി ഈ വിഷയത്തെ ഏതൊക്കെ രീതിയിൽ നമ്മൾ നേരിടേണ്ടതാണ് രാജേഷ്? ശക്തമായ തരത്തിലുള്ള നടപടി ഉണ്ടാവേണ്ട വിഷയമാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കേരളത്തിലെ പല ഭാഗത്തും പലയിടങ്ങളിലും ഈ ദളിത് ആദിവാസി സമൂഹത്തിനെതിരെ ഈ പോകുന്ന വഴിപോക്കരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും അവരെ മറ്റൊരു തരത്തിൽ ഇപ്പോഴും കാണുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അവർ മനുഷ്യരാണ്, അവർക്കും ഇവിടെ ജീവിക്കുവാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. ഏതൊരു ഇന്ത്യൻ പൗരനെ പോലെയും അവർക്കും ഇവിടെ ജീവിച്ചു പോകേണ്ടതാണ്. അപ്പോ ഇത് ചോദിക്കാൻ ആരും ഉണ്ടാവില്ല എന്നൊരു പൊതുധാരണ സമൂഹത്തിനിടയിൽ പടർന്നു പിടിക്കുന്നുണ്ടോ എന്ന ഒരു സംശയമുണ്ട്. കാരണം ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനൊരു സംഭവം വരുന്നത്. ഇതിനു മുമ്പും പല ഇൻസിഡൻസും നമുക്ക് സ്റ്റേറ്റിന്റെ പല ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ട്. അതിക്രമങ്ങൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. വളരെ മോശമായ രീതിയിലുള്ള ഒരു നടപടി തന്നെയാണ് ഈ ആദിവാസി യുവാവിനോട് ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശക്തമായ നടപടി ഉണ്ടാവണം. അധികാരികൾ അതിനുള്ള നടപടി എടുക്കും നമുക്ക് പ്രത്യാശിക്കാം. കാരണം വളരെ ശക്തമായ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് നടപ്പാക്കിക്കൊണ്ട് തന്നെ ഈ കുറ്റക്കാർക്കെതിരെ അതിനുള്ള നടപടികളും വേണമല്ലോ. ഇതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ശ്രീ രാജേഷ്, നമുക്കറിയാമല്ലോ, കാരണം മധുവിന് വേണ്ടി നീതിക്കായി പോരാടിയ ഒപ്പം നിന്ന വ്യക്തിയാണ് താങ്കൾ അഭിഭാഷകൻ എന്ന നിലയിൽ. ഇവിടെ ഇപ്പോൾ നോക്കൂ, ഈ പ്രദേശത്തേക്ക് അവരുടെ ഇടയിലേക്ക് ചെന്ന് കയറിയിട്ട് ഒരു തർക്കം വരുമ്പോൾ നിസ്സാര കാര്യത്തിനാണ് അവർ അവിടെ എന്താണ് സംഭവമെന്ന് ചോദിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരു പ്രകോപനവുമില്ലാതെ കാറിലേക്ക് വലിച്ച് കയറ്റി 1/2 കിലോമീറ്ററോളം ഇങ്ങനെ നിരത്തിലൂടെ വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന മുറിവേൽപ്പിക്കൽ, ആ കാലിൻ്റെ 2 പാദങ്ങളും ഉരഞ്ഞു, ഉരഞ്ഞ് മാംസം റോഡിൽ അങ്ങനെ ചീന്തുന്ന നിലയിലേക്കൊക്കെ എത്തുക എന്ന് പറയുമ്പോൾ അത് മനുഷ്യർക്കാർക്കും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ക്രൂരതയുടെ എല്ലാ സീമകളും മറികടന്നു പോകുന്ന ഒരു കാറ്റഗറിയിലേക്കാണ് ഈ സംഭവം എത്തുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ വശങ്ങളിലൂടെ ഇത് നിയമപരമായി, താങ്കൾ പറഞ്ഞതുപോലെ ദളിത് അട്രോസിറ്റീസ് ആക്ട് ഒക്കെ
വളരെ ഫലപ്രദമായി നിൽക്കുന്ന നാടാണ്. അവിടെയൊക്കെയാണ് നമുക്ക് ഉടനടി മണിക്കൂറുകൾ ഇത്രയും കഴിഞ്ഞിരിക്കുന്നു, പ്രതിയെ പിടിക്കാൻ തക്ക രീതിയിലേക്ക് ഒരു അവരെ കിട്ടിയിട്ടില്ല ഈ നിമിഷവും. തീർച്ചയായിട്ടും അത് എന്തായാലും ഈ ഒരു പ്രസിദ്ധി തീർച്ചയായിട്ടും രാജേഷ് മടങ്ങിയെത്താം. ഓഡിയോ ക്ലിയർ അല്ല, ഓഡിയോ ക്ലിയർ ആക്കിയ ശേഷം അങ്ങയിലേക്ക് എത്താം. ബിജു കാക്കത്തോട് ചേരുന്നുണ്ട്. ബിജു, അവിടെയുള്ള ഈ സംഭവവികാസത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കാരണം അടിക്കടി ഇത് ആദിവാസികളുടെ മേഖലയാണ് അവിടുത്തെ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ മണ്ണിലേക്ക് കയറി ചെന്ന് അവരെ ക്രൂശിക്കുന്ന തരത്തിലേക്ക്, ക്രൂശിക്കുക എന്ന ആ പേര് പോലും ഒരു പക്ഷേ ആ വാചകം പോലും നമുക്ക് ലളിതമായി പറയാൻ കഴിയില്ല. അത്രമേലൊരു ക്രൂരത, കണ്ണില്ലാത്ത ക്രൂരത അയച്ചു വിട്ടിട്ട് സമയം ഇത്രയും കഴിഞ്ഞിട്ട് നമുക്ക് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. എത്രത്തോളം അപലപിക്കേണ്ട വിഷയമാണ്. കേരള സമൂഹം, പരിഷ്കൃത സമൂഹം ലജ്ജിക്കേണ്ട, തലകുനിക്കേണ്ട സംഭവമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ബിജു കാക്കത്തോട് തീർച്ചയായിട്ടും അതിനകത്ത് നമുക്ക് പറയാനുള്ള ഒരു കാര്യം, വയനാട് ജില്ലയെ സംബന്ധിച്ച് മാത്രമല്ല, കേരളത്തിലെ ആദിവാസി സമൂഹങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇപ്പൊ നിങ്ങൾ നേരത്തെ പരാമർശിച്ചു മധുവിന്റെ വിഷയം. ശ്രീ മധു മരണപ്പെട്ട സമയത്ത് ഭയങ്കരമായിട്ട് നമ്മൾ പ്രതിഷേധ പരിപാടികൾ, തോന്നുന്നു ദേശീയ തലത്തിൽ തന്നെ പ്രതിഷേധ പരിപാടികൾ അരങ്ങേറി. അഭിഭാഷക വൃത്തത്തിൽ നിന്നുള്ള ആളുകളുടെ പിന്തുണയോടെ നിയമപരമായിട്ട് അതിനെ നേരിടാൻ വേണ്ടി തയ്യാറായി. പക്ഷേ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം, ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ പൊതുസമൂഹത്തിന്റെ ഒരു സമീപനം തീർത്തും, നമുക്ക് ഈ പരിഷ്കൃത സമൂഹം എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ഈ ആദിവാസി വിഭാഗത്തോട് പൊതുസമൂഹത്തിന്റെ ഒരു സമീപനം പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ നിലവിൽ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പൊ പ്രതികളെ പിടികൂടാനായിട്ടില്ല, എത്രയോ മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു. പ്രതികളുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അത് എന്തൊരു അടിസ്ഥാനപരമല്ലാത്ത ഒരു കാര്യമാണ് പോലീസ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രതികളുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണെങ്കിൽ ആ പ്രതികളെ ലൊക്കേറ്റ് ചെയ്ത് അവിടെ പിടിക്കാനുള്ള സംവിധാനങ്ങൾ, സാങ്കേതിക സംവിധാനങ്ങൾ എത്രയോ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. കാരണം പ്രതികളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അവരെ പിടിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. തീർത്തും ഈ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ വരുന്ന അതിക്രമങ്ങളെ നേരിടാനും അവർക്ക് വേണ്ട നിയമപരിരക്ഷ കൊടുക്കാനും നമ്മുടെ നിയമ സംവിധാനത്തിനും ഭരണകൂടത്തിനും കഴിയുന്നില്ല. അത് തന്നെയാണ് വസ്തുത, അതിനകത്തൊരു സംശയവുമില്ല. ഇപ്പൊ മറ്റു പൊതുഭാഗത്തിൽപ്പെട്ട ഒരാൾക്കെതിരെയാണ് ഈ സംഭവം ഉണ്ടാകുന്നതെങ്കിൽ, ഒരു പൊതു സമൂഹത്തിൽപ്പെട്ട ഒരാൾക്കെതിരെയാണ് ഇത്തരം ഹീനമായിട്ടുള്ള പ്രവൃത്തി നടക്കുന്നതെങ്കിൽ അത് ഏത് തരത്തിൽ പോലീസ് പെട്ടെന്ന് എഴുന്നേറ്റ് ഭയങ്കരമായിട്ടുള്ള ആക്ഷനിലേക്ക് പോകും, അല്ലെങ്കിൽ പൊതുസമൂഹം ഏത് രീതിയിൽ അതിന് പ്രതികരിക്കുന്നു നോക്കിക്കാണും. അവിടെയാണ് ബിജു, നമുക്ക് എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട്. ഈ ഓരോ നഗരങ്ങൾ കേന്ദ്രീകരിച്ചായാലും അല്ലെങ്കിൽ ഇവർ പോകുന്ന റൂട്ട് അനുസരിച്ച് പെട്ടെന്ന് ഉടനടി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാം. ക്യാമറ കണ്ണുകളാൽ ബന്ധിതമാണ്. കാരണം വിനോദസഞ്ചാര മേഖലയാണ്. വളരെ ഗൗരവത്തോടു കൂടി തന്നെ അവിടെ നിരീക്ഷണ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ആ സർവൈലൻസിൽ ഉൾപ്പെട്ട കൊടിയ ക്രൂരതയിൽ എന്തുകൊണ്ട് ഇത്രയും സമയം കഴിഞ്ഞിട്ട് കൂടി പോലീസിന് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയാതെ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഈ പല കേസുകളിലും സംഭവിക്കുന്നത് പോലെ ലാഘവത്തോടു കൂടിയാണോ അങ്ങനെയെങ്കിൽ പോലീസ് ഈ സംഭവത്തെയും കാണുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. കാരണം നമ്മുടെ കേരളത്തെ സംബന്ധിച്ച്, മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഞാൻ പറയുന്നില്ല, കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ ടെക്നോളജി അത്രയും അധികം വളർന്നിരിക്കുന്നു. CCTV ക്യാമറകൾ എല്ലാ മേഖലകളിലും, എല്ലാ സ്ഥലങ്ങളിലും CCTV ക്യാമറകളുണ്ട്. പോലീസിനാണെങ്കിൽ പോലും അവരുടെ ഫോണുകൾ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് അവരെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും, നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി കഴിയും. പക്ഷെ ഇത് വളരെ ഒരു ലാഘവത്തോടെ കണ്ടുകൊണ്ട് അത് ആദിവാസികൾക്കെതിരെയുള്ള കേസാണ്, അല്ലെങ്കിൽ ആ സമൂഹത്തിനെതിരെയുള്ള അടിച്ചമർത്തപ്പെട്ടതിനെതിരെയുള്ള കേസാണ്, അത് ആ രീതിയിൽ സമീപിച്ചാൽ മതി എന്നുള്ള ഒരു തരത്തിലേക്ക് നമ്മുടെ ഭരണകൂടം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഞാൻ ഈ ഒരു വിഷയം, നമ്മൾ ഈ ഒരു ചെറിയ ഇപ്പം മാതനെ ആക്രമിച്ച ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഒതുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വയനാട് ജില്ലയിലെ ടൂറിസം മേഖല നമ്മളെടുത്ത് പരിശോധിച്ചാൽ, വയനാട് ജില്ലയിലെ ആദിവാസികളായിട്ടുള്ള ആളുകൾ പൂർണ്ണമായിട്ടും അവരുടെ ജീവിതത്തിന്റെ, അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഭയങ്കരമായിട്ടുള്ള അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിലെ ടൂറിസം. നമ്മൾ അത് ചർച്ച ചെയ്ത് പോകാണ്ടിരിക്കാൻ കഴിയില്ല. കാരണം കേവലം ഒരു മാതനെ ആക്രമിച്ചു ആ ഒരു വിഷയം മാത്രമായിട്ട് ഒതുക്കി തീർക്കാൻ അത് കഴിയില്ല. വയനാട് ജില്ലയിലെ ടൂറിസം മേഖല ആദിവാസികളുടെ സ്വകാര്യ ജീവിതത്തിൽ വളരെ വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.
അപ്പൊ ആ ഒരു തലം കൂടി എടുത്ത് ചർച്ച ചെയ്ത് വേണം ഇത് നമ്മൾ തീർച്ചയായും അതാണ് ബിജു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം പലപ്പോഴായും ഈ വികസനം വരും, ഡെവലപ്മെന്റ് നാടിന് ആവശ്യമാണ്. പക്ഷേ ഇവരുടെ സ്വത്വപരമായിട്ടുള്ള ജൈവപരമായിട്ടുള്ള മൂല്യങ്ങളെയും അംശങ്ങളെയും ഹനിക്കുന്ന തരത്തിലേക്ക് കടന്നുകയറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന തരത്തിലേക്ക് കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടോ? അങ്ങനെ ഈ സംഭവം മാറുന്നുണ്ടോ? കാരണം ഈ മേഖലയിലെത്തി ലഹരി ഉപയോഗം കൂടുതൽ അവിടെ നടക്കുന്നുണ്ട്. ഈ യുവാക്കൾ ചെന്ന് ചോദിക്കുകയാണ് എന്താണ് തങ്ങളുടെ നാട്ടിൽ വന്ന് പരസ്പരം ചീത്തവിളിയും തർക്കവും വരുമ്പോൾ അവിടുത്തെ നാട്ടുകാരൻ ചോദിക്കുമ്പോൾ അവനെ ഇല്ലാതാക്കുന്നു, അവനെ നിരത്തിലൂടെ വലിച്ചിഴച്ച് വാഹനത്തിലൂടെ പ്രാകൃതമായ ഒരു നിയമം നടപ്പാക്കുകയാണ്. അപ്പോൾ അത് എത്രത്തോളം ക്രൂരമാണ്, അതിന്റെ മറുവശവും എത്രത്തോളം സർക്കാരും സംവിധാനങ്ങളും കാണേണ്ടതുമാണ്. തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വയനാട് ജില്ലയിലെ ടൂറിസം മേഖല എന്നെടുത്ത് പരിശോധിച്ചാൽ മാത്രം മതി. ഇപ്പൊ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന റിസോർട്ടുകളും ഹോം സ്റ്റേകളും, ഇവിടെ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന റിസോർട്ടുകളും ഹോം സ്റ്റേകളും 75% ഈ പറയുന്ന റിസോർട്ടുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ആദിവാസി സെറ്റിൽമെന്റുകളോട് ചേർന്നാണ്. നിങ്ങൾ വയനാട് ജില്ലയെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. 75% വരുന്ന റിസോർട്ടുകളും ഹോം സ്റ്റേകളും സ്ഥിതി ചെയ്യുന്നത് ആദിവാസി ഊരുകളോട് ചേർന്നാണ്. അവരുടെ സ്വകാര്യ ജീവിതങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ലഹരി ഉപയോഗങ്ങൾ, ഈ പറയുന്ന റിസോർട്ടുകളിലും ഹോം സ്റ്റേകളും കേന്ദ്രീകരിച്ചുള്ള ലഹരി ഉപയോഗങ്ങൾ, പലതരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ ആദിവാസി മേഖലയിലെ ആദിവാസി ജീവിതങ്ങളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അവർക്കിടയിൽ അവരുടെ സ്വകാര്യ ജീവിതത്തെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്, ഒരു സംശയവുമില്ല. ആദിവാസികളെ സംബന്ധിച്ച് ടൂറിസത്തിനൊന്നും യാതൊരു തടസ്സവും എതിര് നിൽക്കുന്ന ആളുകളല്ല. പക്ഷേ നമ്മൾ ഈ കഴിഞ്ഞൊരു 10 വർഷത്തെ കാലമായി വയനാട് ജില്ലയിൽ ടൂറിസത്തിന് വികസനം നടന്നുകൊണ്ടിരിക്കുന്ന, ടൂറിസം മേഖലയിൽ വികസനം കുതിപ്പ് കൈവരിച്ചു പറയുമ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കാര്യം വസ്തുതാപരമാണ്. അത് ചർച്ച ചെയ്ത് പോകാണ്ടിരിക്കാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ച് വയനാട് ജില്ലയിൽ നമ്മൾ ഈ നിയമപരമായിട്ട് പ്രവർത്തിക്കാത്ത ഒത്തിരി ടൂറിസം കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന റിസോർട്ടുകളും ഹോം സ്റ്റേകളും വയനാട് ജില്ലയിലുണ്ട്. പല ടൂറിസം ഹോം സ്റ്റേകളും അതുപോലെ റിസോർട്ടുകളുടെയും അടിയാധാരങ്ങൾ കൊടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും. പല ആദിവാസി ഭൂമികളിലാണ് ഇപ്പൊ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് പല റിസോർട്ടുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ കേവലം ഒരു മാതൻ ആക്രമിക്കപ്പെട്ടു എന്ന് ഉള്ള ഒരു വിഷയം, അത് കേവലം വിഷയമല്ല, അതും വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. അത്തരത്തിലുള്ള അവസ്ഥ ഒരു ആദിവാസിക്കും വരാൻ പാടില്ല. ആ ഒരു സാഹചര്യം ഇനി ഒരു ആദിവാസിക്കും വയനാട് ജില്ലയെ സംബന്ധിച്ച് ഉണ്ടാകാൻ പാടില്ല. പക്ഷെ അതോടൊപ്പം തന്നെ ചർച്ച ചെയ്തു പോകേണ്ട ഒരു വിഷയമാണ് വയനാട് ജില്ലയിൽ ടൂറിസം മേഖലയിൽ ഈ പറയുന്ന ആളുകളുടെ കടന്നുകയറ്റം. ടൂറിസം ഇവിടെ വയനാട് ജില്ലയിലെ തീർച്ചയായും ശ്രീ ബിജു കക്കത്തോട് വ്യക്തമാക്കുന്ന അതിന്റെ സാമൂഹ്യ വശങ്ങൾ കൂടി ഈ ആക്രമണത്തിന്റെ പരിശോധിക്കണം എന്നുള്ളതാണ്. കാരണം ആദിവാസി സമൂഹം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ കുലമിറങ്ങുന്ന ആദിവാസി യുവതികൾ വധു എന്ന ഒരു പരമ്പര പോലും മാതൃഭൂമി ദിനപത്രം കഴിഞ്ഞ നാളുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്രത്തോളം ഗൗരവത്തോടുകൂടി ഈ വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ നമ്മൾ കണ്ണായ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് ചർച്ചകളും അതിന്റെ ഗതിവിഗതികളും നിരീക്ഷിച്ചു പോകുന്ന ഒരു സംവിധാനം കൂടി എന്ന നിലയിൽ ശ്രീ രാജേഷ് മേനോൻ ഈ വിഷയത്തെ നമുക്ക് ഏതൊക്കെ ദിശയിൽ പരിശോധിക്കേണ്ടി വരും? നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പ്രതികളെ പിടികൂടുക തന്നെ വേണം. ഇവർ ലഹരി ഉപയോഗത്തിലാണോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? കാരണം ഒരു മനുഷ്യനും, ആദിവാസി എന്നല്ല, ഒരു മനുഷ്യനോടും ചെയ്യാൻ കഴിയാത്ത വണ്ണം അല്ലെങ്കിൽ ചെയ്തുകൂടാത്ത ഒരു കൃത്യം ചെയ്യുമ്പോൾ നമ്മുടെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തി ഇവർക്കെതിരെ നടപടി എടുക്കാൻ കഴിയും? നമുക്കറിയാമല്ലോ മധുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഉറങ്ങിക്കിടന്ന ആ നിയമ സംവിധാനങ്ങളെ അതിന്റെ കണ്ണികൾ പൊട്ടുന്നു എന്ന് കണ്ടപ്പോൾ ആ കുടുംബത്തിനും പൊതുസമൂഹത്തിനും ഈ നിയമ സംവിധാനങ്ങളെ കുറച്ചുകൂടി ഉണർത്താൻ എത്രത്തോളം പോകേണ്ടി വന്നു. ഇടുക്കിയിലെ സംഭവം എടുത്താലും അവിടെ ഒരു ആദിവാസി യുവാവിനെ വനം വകുപ്പ് വേട്ടയാടിയ സംഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ സംഭവത്തെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. എന്തൊക്കെ വകുപ്പുകൾ ചുമത്തണം? പോലീസിന്റെ ഈ നിസ്സംഗത അത് ശരിയാണോ? എത്രത്തോളം ഉണരണം പോലീസ് സംവിധാനങ്ങൾ? അല്ല, ഇത് ആ തരത്തിലുള്ള ഒരു കാര്യമില്ല. കാരണം പോലീസ് ഉണർന്ന് തന്നെ പ്രവർത്തിക്കേണ്ടതാണ്. വളരെ ഹീനവും പൈശാചികവുമായിട്ടുള്ള ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞ് മണിക്കൂറുകളായിട്ടും കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ട ഒരു പോലീസ് ഫോഴ്സ് അല്ല കേരള പോലീസ്. ഉള്ള പോലീസിന് അതിൻ്റെതായ മാർഗങ്ങളുണ്ട്. തീർച്ചയായിട്ടും പ്രതികളെ അവർക്ക് സർവൈലൻസിൽ എടുക്കാൻ പറ്റും, അവർക്ക് അവരെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യവും അതിൽ നിലവിലുണ്ട്. എഫ്ഐആർ ഓൾറെഡി ആ കേസിൽ ഇട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒഫൻസിൽ എല്ലാ ഒഫൻസുകളും, ഗ്രേവ് ഒഫൻസുകളെല്ലാം അതിലുണ്ട്. തീർച്ചയായിട്ടും പോലീസ് ഓഫീസേഴ്സിനെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. പ്രതികളെ കണ്ടെത്താൻ അവർക്ക് വലിയ വിഷമമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പോലീസിന്റെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറെക്കുറെ എനിക്കും അറിയാവുന്നതുകൊണ്ടും അത് തീർച്ചയായിട്ടും പോലീസിനെ അവരെ എവിടെ നിന്നാണോ അവരുള്ളത് അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുക്കാൻ സാധിക്കുന്നതാണ്. തുടർന്ന്
നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് പോലീസിന് മാത്രമല്ല, ഒരു ക്രൈം അഗെയിൻസ്റ്റ് സൊസൈറ്റി എന്ന് തന്നെയാണ് എല്ലാ ക്രൈമുകളും ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഈ SC ആക്ട് വളരെ ഫലപ്രദമായി ഉപയോഗിക്കത്തക്കതാണ്. അതിലെ വേരിയസ് സെക്ഷൻസ് ഉണ്ട്, എല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് എഫ്ഐആർ ഉണ്ടാവുക. അതിന് പ്രത്യേക കോടതികളുണ്ട് എല്ലാ ഭാഗത്തും, അവിടെ ആണ് ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. തുടർന്നുള്ള നടപടിക്രമങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ വളരെ സമഗ്രമായ ഒരു സംഭവം. പോലീസ് ഇപ്പോൾ തന്നെ ഇത്തിരി ജാഗ്രതയോടുകൂടി ഇത്തരത്തിലുള്ള കേസുകളെ കൈകാര്യം ചെയ്യണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പലപ്പോഴും നമ്മൾ പിന്നീട് കാണുക, ഇപ്പോൾ ആദ്യത്തെ ഒരു നടപടിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഇവരുടെ ജാമ്യമൊക്കെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞവർക്ക് ജാമ്യം കൊടുക്കുന്ന സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷവും ഈ കേസ് ആത്യന്തികമായിട്ട് ഇതിന്റെ ട്രയലിന് ശേഷമാണല്ലോ ഇവർ കുറ്റവാളികളാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ആ ഒരു സാഹചര്യം വരുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് പല കേസുകളിലും, ഞാൻ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് പറയുകയല്ല, കേരളത്തിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാം, ചുമത്തപ്പെട്ടിട്ടുള്ള പല കേസുകളിലും സാക്ഷികൾ വ്യാപകമായി മാറിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതിനൊരു തടിയിടുക എന്നുള്ള ഒരു സംഗതി കൂടി പോലീസ് ആദ്യം ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സമയങ്ങളിൽ തന്നെ കൃത്യമായിട്ടുള്ള സാക്ഷികളെ അത് അനുകൂലമായി കോടതിയിൽ പറയുവാൻ, അതായത് ഈ കണ്ട സംഗതികൾ സത്യം കോടതിയിൽ പറയുവാൻ തയ്യാറുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാക്ഷിപ്പട്ടികളൊക്കെ തയ്യാറാക്കിയാൽ നന്നായിരിക്കും. ശരി, തീർച്ചയായും രാജേഷ് മേനോൻ അഭിഭാഷകൻ പറഞ്ഞതുപോലെ, ബിജു കാക്കത്തോട് പറഞ്ഞതുപോലെ തന്നെ ഈ സംഭവത്തിൽ പഴുതടച്ചുള്ള അന്വേഷണം വേണം. സാക്ഷികൾ അവിടെ കുറവാണെങ്കിലും ഉള്ള സാക്ഷികൾ, കണ്ട ആളുകൾ, സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ സാക്ഷിമൊഴികൾ കൃത്യമായും രേഖപ്പെടുത്തി ഈ പ്രതികളെ ഉടനടി അറസ്റ്റ് ചെയ്ത് ശക്തമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഇവരെ കയ്യാമം വെച്ച് നിയമ നടപടികൾ പൂർത്തിയാക്കണം. ഇങ്ങനെയുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയാൽ അത് സമൂഹത്തിൽ ഒരു വൈറസ് പോലെ പടർന്നു പിടിക്കും. വയനാട്ടിലെ സംഭവം അതീവ ഗൗരവത്തോടുകൂടി പോലീസ് കൈകാര്യം ചെയ്യണം. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കുചേർന്ന വിലപ്പെട്ട അഭിപ്രായങ്ങൾ പങ്കുവച്ച ബിജു കാക്കത്തോടിനൊപ്പം അഡ്വക്കേറ്റ് രാജേഷ് മേനോനും. ഇടവേളയ്ക്ക് ഒപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ഇപ്പോൾ വരുന്നത് അത് ഗവർണറുടെ ഭാഗത്തു നിന്നാണ്. ആദിവാസി യുവാവിനെ റോഡിൽ വലിച്ചിഴച്ച സംഭവം നിർഭാഗ്യകരമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം. വിഷയത്തിൽ പോലീസ് നടപടിയെടുക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. അതുകൂടി Very unfortunate, and police must have taken some action. The vehicle has been identified right now. And So if they have been identified, how is it possible that action will not be taken? Action will be taken. Sir, also there's an